ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ ഡേ മൈ ലൈഫ് ആണ് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ല ഉറക്കണം. ഉറക്കമുള്ള സമയത്ത് എൻ്റെ അമ്മ വന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ നല്ല ഉറക്കാം. അപ്പോൾ ഞാൻ ഉണർന്നു കേട്ടോ. ഉണർന്നപ്പോൾ അമ്മ ഉണർന്നു കഴിഞ്ഞ് എനിക്ക് അമ്മനെ വേണം കേട്ടോ. അങ്ങനെ അമ്മ എന്ന് വിളിക്കും. അമ്മ വിളിച്ച് അമ്മ എടുത്താലേ ഞാൻ എണീക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല. അങ്ങനെ അമ്മ വന്ന് എന്നെ എടുത്തപ്പോൾ ഞാൻ തോളിൽ കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പക്ഷെ അമ്മയെ സമ്മതിക്കില്ല. അമ്മ എന്നെ എണീക്കീന്ന് പറഞ്ഞിട്ട് എണീറ്റ് ചിരിച്ച് അങ്ങനെ ഞങ്ങൾ പല്ലേക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പല്ലേക്കുന്നതിന് മുന്നേ ബ്രഷ് കഴുകണം, അതെനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ബ്രഷൊക്കെ കഴുകി അതിൽ പേസ്റ്റൊക്കെ ആക്കി ഞാൻ നന്നായി പല്ലേക്കും കേട്ടോ. അപ്പോൾ അത് പേസ്റ്റൊക്കെ ഞാൻ തന്നെ ആക്കുക. എന്നിട്ട് പേസ്റ്റൊക്കെ ആക്കി ഞാൻ പല്ലേക്കുക. ഞാൻ നന്നായിട്ട് പല്ലേക്കും കേട്ടോ. പക്ഷെ അമ്മ പറയും പല്ല് തേച്ചത് വൃത്തിയായില്ല എന്ന് പറഞ്ഞിട്ട് അമ്മൻ്റെ ഒരു പല്ലേക്കില്ല. എന്നാൽ പിന്നെ പിടിച്ചു അമ്മ തന്നെ പല്ല് തേച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് കൊടുത്തു. അങ്ങനെ അമ്മ പല്ല് തേച്ച് തരാം കേട്ടോ. കണ്ട എൻ്റെ ബാഗിൽ സൂര്യ ഉദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എണീക്കുമ്പോഴേക്ക് സമയം എത്ര ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ അമ്മൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ എണീക്കുക. അമ്മ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കൊക്കെ ഞാൻ എണീക്കുള്ളൂ. കാരണം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എന്നെ എടുക്കണമല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി മീനിന് ഫുഡ് ഇട്ട് കൊടുക്കാന്നുണ്ട്. 2 മീനുണ്ട്, ചേട്ടൻ്റെ മീനാണ് കേട്ടോ. ഒന്ന് മിട്ടുടനും ഒന്ന് മുട്ടുടനാണ് കേട്ടോ അവൻ്റെ പേര്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം എന്താ ചെയ്യണമെന്ന് നോക്കിയോട്ടോ. കുറച്ച് നേരം ഞാൻ സൈക്കിളൊക്കെ ഒന്ന് ഓട്ടി എക്സസൈസ് ചെയ്യണ്ടേ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് സൈക്കിളൊക്കെ ഓട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈക്കിൾ ഓട്ടും കേട്ടോ. മുറ്റത്ത് കൂടെ നല്ല സൈക്കിൾ ഓട്ടാം. അങ്ങനെ സൈക്കിൾ ഓട്ടിയിട്ട് നല്ല എനിക്ക് സൈക്കിൾ താഴെ ഇരുന്നിട്ട് മുകളിൽ ഇരുന്നിട്ട് ഓട്ടാറി കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ സീറ്റിൻ്റെ താഴെ ഇരുന്നിട്ട് ഓടണം. അത് കഴിഞ്ഞ് ഞാൻ അങ്കനവാടി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കുളിച്ച് ഞാൻ മുടിയൊക്കെ ചെയ്യുക. എന്തോരം മുടിയാണ്, എത്ര ജീവിയാലും വൃത്തിയാവില്ല. എന്തോരം കഷ്ടം, എന്നെ കൊണ്ടൊന്നും ആവില്ല. അമ്മയാണെങ്കിൽ നല്ല ഭംഗിക്ക് ജീവി തരുക. അപ്പം എനിക്ക് മതിയായിട്ട് എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞിട്ട് അമ്മനെ തൊട്ട് കണ്ടോ അമ്മ സുന്ദരിയാക്കിയത് സൂപ്പറായി. അങ്ങനെ ഞാനൊരു ചാട്ടമൊക്കെ ചാടി എണീറ്റ് അപ്പോൾ തണ്ട സുന്ദരിയായില്ലേ. ഇനി ഒരു പൊട്ട് വയ്ക്കണം കണ്ടോ. പൊട്ട് പൂവിനെ പോലെയൊക്കെ തൊടണം പറഞ്ഞ് ഞാൻ ബാഗൊക്കെ തൂക്കി പോകും കേട്ടോ. ഇനി താഴെ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ എൻ്റെ ബൊമ്മക്കുട്ടീനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവനെ വെച്ച് ഒരു നൂൽപുട്ടൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ എടുക്കുക. അങ്ങനെ മുട്ടക്കറിയാണ് കേട്ടോ. നൂൽപുട്ടും മുട്ടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ ഈ ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കണമല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ശരിയാക്കാം കേട്ടോ. ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശരിയാക്കി അമ്മ കയറ്റി തന്നിട്ടാ. നൂൽപുട്ട് സൂപ്പറായിട്ടുണ്ട്, മുട്ടക്കറി കണ്ട എന്തുണ്ടാക്കിയാലും ഞാൻ നല്ല കമൻറ്റ് ചെയ്യും കേട്ടോ. സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നൂൽപുട്ട് കഴിക്കട്ടെ. അപ്പോഴാണ് അമ്മ റാഗിപ്പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും അത് വേണം, ഞാനും അത് മേടിച്ചിട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം ടി വി കാണണം, അത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അംഗനവാടി പോകുന്നതിന് മുന്നേ കുറച്ച് നേരം ടി വി കാണണം. അത് കഴിഞ്ഞാൽ ഞാൻ സൈക്കിളിലാണ് കേട്ടോ അംഗനവാടിയിലൊക്കെ പോവുക. അങ്ങനെ അംഗനവാടിക്ക് ഞാൻ സൈക്കിളൊക്കെ എടുത്ത് ഞാൻ അംഗനവാടിക്ക് പോവാണ് കേട്ടോ. പോകാൻ കുറച്ച് ദൂരം അധികം ഉണ്ട് കേട്ടോ. എൻ്റെ അംഗനവാടിയിലേക്ക് പോകാൻ നല്ല ദൂരം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ സൈക്കിൾ ഓടിയിട്ടാണ് പോവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയില്ല, എൻ്റെ കാല് കൊഴിഞ്ഞു പോകില്ല. അങ്ങനെ ഇവിടെ മൾബറി ഉണ്ടായിരുന്നു കേട്ടോ. എന്നേക്കും മൾബറി കിട്ടും ഇവിടെ നിന്ന്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ മൾബറി ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ പോവാം, സൈക്കിളൊക്കെ ഓട്ടി പോവാണ് കേട്ടോ. അങ്ങനെ സൈക്കിൾ ഓടി കുറേ ദൂരം ഓട്ടാണ്ട് പറഞ്ഞില്ല. ആ വളവൊക്കെ തിരിഞ്ഞു, അതേപോലെ ഇനിയൊരു വളവൊക്കെ തിരിഞ്ഞിട്ടാണ്. പക്ഷെ ഞങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് അംഗനവാടി എത്തി കണ്ടോ. വീഡിയോ ആയതുകൊണ്ട് വേഗം അംഗനവാടി എത്തി. അങ്ങനെ അംഗനവാടി എത്തിയപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും വന്നിട്ടില്ല. വേറെ ഫ്രണ്ട്സ്മാരൊക്കെ പിന്നെ ഉള്ളൂ. അങ്ങനെ ടീച്ചറിനെ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തി പിന്നെ അമ്മൻ്റെ കൂടെ കുറച്ച് നേരം ഫോൺ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വൈകുന്നേരത്തെ അപ്പച്ചി പറഞ്ഞു അപ്പച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു കല്യാണം റിസപ്ഷന് പോവാം. എന്നാൽ പിന്നെ ശരി, ഓക്കെ, റെഡിയായി, ഞാനും സെറ്റായി. അങ്ങനെ റിസപ്ഷനിൽ പോവാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം വീണ്ടും കളിക്കുകയായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെ കളിക്കുകയെന്നെ. ഞാൻ അങ്ങനെ ഇതൊക്കെ അടുക്കിയൊക്കെ വെച്ചിട്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അടുക്കി വെച്ച് കളിക്കുന്നത്. ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒക്കെ എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് അടിച്ച് എന്നെ എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം എന്നാൽ ശരി, ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.